രാവിലെ നമുക്ക് പോസ്റ്റ് കിട്ടിയേക്കാം. രാവിലെ ഒരു ഓട്ടം പറഞ്ഞാണ് 7 മണിന്ന് പറഞ്ഞ്. എന്നാൽ ശരി 7 വരാമെന്ന് വെച്ചു. ഇപ്പം 50 രൂപയുടെ ഓട്ടമാണെന്ന് തോന്നുന്നു. പക്ഷേ കേസ് ഒരു ചായ, സമയം വൈകിയതനുസരിച്ച് 2 പൊറോട്ട, 1 മുട്ടക്കറി, ഇതെല്ലാം ഞാൻ കഴിച്ചു. രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോയേക്കാണ്. എന്തായാലും കഴിക്കേണ്ടതാണ്. പക്ഷെ എങ്കിൽ പോലും നേരത്തെ കഴിച്ചു. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് വിശന്ന് കൂറെ അടിച്ച്. അപ്പം ഒരു പോസ്റ്റ് ഓട്ടങ്ങളിൽ നിന്ന് നമുക്ക് രാവിലെ തുടങ്ങാം. കുറച്ച് ഫുഡ് ഐറ്റംസ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ്. എന്തോ ഫങ്ഷനാണ്. അപ്പോൾ അതിന് കുറച്ച് ഐറ്റം ഉള്ളതെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചതാണ്. ഗൈസ്, ഇറ്റ്സ് മീ ദിൽ വ്ളോഗ്സ്, ദില്ലോട്ട വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊത്തം പോസ്റ്റാണോ അല്ലേ നോക്കാം. ഓക്കെ, അതോടെ നമുക്ക് അങ്ങോട്ട് ഇറക്കി വെക്കാം. എല്ലാ ഐറ്റം കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ഇറക്കി വെച്ചേക്കാം. അപ്പോൾ കഴിച്ച് നമ്മുടെ ആ ഓട്ടം കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ അടുത്തൊരു ഓട്ടം വിളിച്ചേക്കാണ്. ഒരു അമ്പലത്തിൽ പോകാനാണ് ഗൈസ്. നമ്മൾ കുളിച്ചും നനച്ചും ഒന്നും ചെയ്തില്ല. ആ ഓട്ടം രാവിലെ വന്ന കാരണമേ. അപ്പോൾ അതിന് കുഴപ്പമില്ല. നമുക്ക് ഈ ഓട്ടം കൂടെ എടുത്തിട്ട് നമുക്കിനി വീട്ടിൽ പോയി ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ഓട്ടം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലേക്കായിരുന്നു കേട്ടോ. അപ്പം വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അതായത് ഇന്നലെ എല്ലാവരും കണ്ടു കാണല്ലോ, ഒരു ആന ഇടഞ്ഞു പാപ്പാനെ കൊന്ന സംഭവമൊക്കെ നിങ്ങൾ കണ്ടു കാണല്ലോ. നമ്മൾ ഒരു 2-3-4 ദിവസം മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്ത നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്ന ആനയാണ് ഗൈസ്. അത് ഞങ്ങളുടെ ഇവിടുത്തെ മടത്തിക്കാവ് അമ്പലത്തിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയാണ്. അന്ന് തൊട്ടേ ആ ആനയെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അന്ന് അതിൻ്റെ കൂടെ ഒരു 4-5 പാപ്പാന്മാരും അതിൻ്റെ ആ ഒരു രീതിയൊക്കെ ഞങ്ങൾ അന്ന് ഇവിടെ പറയുകയും ചെയ്തതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വണ്ടിയെ വന്ന ചേച്ചി പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് ആ ആനയാണ് ഗൈസ്. അപ്പം ഇന്നലെ കൊണ്ട് പാപ്പാനെ കൊന്നതും കാറൊക്കെ കുത്തി നശിപ്പിച്ചതും കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇന്നലെ ഗാനമേള കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനിയിപ്പം വീട്ടിൽ പോയി കുളിക്കുക, നനയ്ക്കുക, സ്റ്റാൻഡിലോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ സ്റ്റാൻഡിൽ വന്നു കേട്ടോ. അപ്പം നമ്മുടെ കൈനീട്ടമൊക്കെ നേരത്തെ നടന്നതാണ്. അപ്പം കുളിച്ചു സെറ്റൊക്കെ ആയിട്ട് വന്നു. ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു മുമ്പ് വന്നപ്പോൾ. ആ വണ്ടി ഇപ്പോൾ ഒരു ഓട്ടം പോയി. അപ്പോൾ നമ്മളാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഇന്ന് മൊത്തം ചർച്ചകളൊക്കെ ആനക്കാരിയാണ്. അപ്പോൾ എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ട്. അതെല്ലാം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡിൽ നിന്നുള്ള നമ്മുടെ കൈനീട്ടം ആരാന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, യേസ് അങ്ങനെ ഒരു വണ്ടി ഇവിടെ വന്നേക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് വരുന്നതിന് മുമ്പ് നമ്മൾ എത്ര ഓട്ടോ ഓടിയെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അപ്പോൾ സ്റ്റാൻഡ് വന്നു കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു ഓട്ടം അതിനൊരു മെയിൻ സംഭവമാണ് കേട്ടോ. അതൊരു ഫീലല്ലേ. അപ്പം സ്റ്റാൻഡിൽ വന്നാൽ ഓട്ടോമാറ്റിക്കും ചില സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ ഫ്രണ്ടിൽ നിന്ന് എടുക്കണം എന്നുള്ള മൈൻഡാണ്. അപ്പോൾ അങ്ങനെ മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 2 വണ്ടിയായി. പോത്ത് വേണം. എനിക്കൊന്ന് ഇന്നലെ നമ്മൾ വൈകിട്ടൊരു ഓട്ടം പോയപ്പോഴത്തേക്ക് ഞാൻ റിവേഴ്സ് എടുത്തായിരുന്നു. അപ്പോൾ റിവേഴ്സ് എടുത്തപ്പോൾ എനിക്കൊന്ന് ബാക്കിൽ ഒരഞ്ഞിട്ട് ആ സാധനം പോയായിരിക്കും. കറക്റ്റ് അത് ഒരഞ്ഞ് പോയേക്കുന്ന പോലെ ഇരിക്കുന്നത് കണ്ടോ. അതിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് അത് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ആൾക്കാർ എൻ്റെ പോത്തിനെ കിട്ടുവാണെങ്കിൽ ഗൈസ് നിങ്ങൾ എന്നെ വിളിച്ച് പറയുക, അല്ലെങ്കിൽ എനിക്ക് ഏൽപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഏരിയയിലുള്ളവരോടാണ് പറയുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ കൈനീട്ടം അങ്ങനെ നമ്മൾ ഓടിക്കുകയാണ്. 3-4 വണ്ടി വന്നു. അപ്പോൾ ഒരു 1.25 മണിക്കൂർ സ്റ്റാൻഡിൽ കിടന്നിട്ടാണ് ഗൈസ് നമുക്ക് കൈനീട്ടം ഓടാൻ പറ്റിയത് കേട്ടോ. കൈനീട്ടം അല്ല, നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം കിട്ടിയത്. ഏതായാലും നമുക്ക് പിന്നെ സ്റ്റാൻഡിലോട്ട് തന്നെ പോകാം. ഇനിയിപ്പം ഇതുവരെ ആരും ഫോണോട്ടങ്ങളൊന്നും വിളിച്ചില്ല ഗൈസ്. ആരും ഫോണോട്ടം വിളിക്കുന്നില്ല. ഓട്ടം വിളിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ഓട്ടം വന്നു കാണാം. അപ്പോൾ സ്റ്റാൻഡിൽ കിടക്കുമായിരുന്നു, ഫ്രണ്ടിലായിരുന്നു. പക്ഷേ നമ്മുടെ സ്റ്റാൻഡിലെ ചേട്ടൻ വിളിച്ച് പറഞ്ഞൊരു ഓട്ടമാണ് കേട്ടോ. അപ്പോൾ ഫോണോട്ടം എന്ന് പറയാം. അപ്പോൾ ആ ഫോണോട്ടം നമ്മൾ പോവാണ് ഗൈസ്. 50 രൂപയുടെ ഓട്ടമാണേ.
ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓട്ടം പോയി. അപ്പോൾ അടുത്തൊരു ഫോണോട്ടം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോകാം. രാവിലെ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോയില്ലേ, അപ്പോൾ അവിടെ തന്നെ ചെറിയൊരു ഓട്ടം തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതുകൂടെ പോകാം. ഓക്കെ. കണ്ണൊക്കെ ഭയങ്കര സീനായിട്ടിരിക്കുകയാണ്. കണ്ണിനെല്ലാം തീരെ വയ്യ. ഇപ്പോഴത്തെ ചൂടും കൂടെ ഒക്കെ ആയപ്പോഴത്തേന് ഭയങ്കര സ്ട്രെയിനാണ് കേട്ടോ. അത് കണ്ണിൻ്റെ ചുറ്റും എല്ലാം ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുകയാണ്. എനിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട് കണ്ണിന്. അതൊക്കെ കൊണ്ടാണ് എപ്പോഴും വന്ന് ഡെയിലി വീഡിയോ ഇടും എന്ന് പറയും. ഗൈസ് ഓരോരോ സംഭവങ്ങൾ കാരണം നമുക്ക് ഇടാൻ പറ്റാതെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഓട്ടം എടുത്തിട്ട് പോവാം. അടുത്ത ഓട്ടം പോവാം. ഓക്കെ ഗൈസ്, ഇവിടുന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി. ജ്യൂസ് കൊടുക്കാൻ ജഗ്ഗാണ് ഗൈസ്. ജ്യൂസ് കൊടുക്കാൻ ജഗ്ഗ്. ഇപ്പൊ രാവിലെ നമ്മൾ രാവിലത്തെ ഫുഡും കൊണ്ട് പോയി. അപ്പം ഗൈസ്, അപ്പോൾ നമ്മൾ ഓട്ടം പോയെടുത്ത് വണ്ടിയിൽ ഓട്ടം പോയാലെന്ന് പറഞ്ഞില്ല, ഫുഡിൻ്റെ കേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളും കേറ്ററിങ്ങിൻ്റെ സപ്ലൈക്ക് നിൽക്കാൻ പോവാണ് കേട്ടോ. എന്തായാലും സ്റ്റാൻഡിൽ ഓട്ടോ ഇല്ല. എന്നാൽ പിന്നെ എന്നെ ഒരു മാക്സിമം നിർബന്ധിച്ചത് കൊണ്ട് നമുക്കതെല്ലാം നിന്നേക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിനെ സൈഡിലോട്ട് പോകാം. ഓക്കെ. അപ്പം ഗൈസ്, അപ്പോൾ നമ്മൾ വന്നു. ബാക്കി സംഭവങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ ആക്കി. അപ്പോൾ ഇനി ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ സ്റ്റാൻഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ. ഇത്രക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴാണ് നമ്മൾ സ്റ്റാൻഡിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പം സ്റ്റാൻഡ് വണ്ടി കുറവാണ്. സത്യം പറയാം, ഞാൻ പോയി വീട്ടിൽ പോയൊന്ന് മയക്കമൊക്കെ കഴിഞ്ഞ് നല്ല ചൂടും കാര്യങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞത് നമ്മുടെ സ്റ്റാൻഡ് എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ സ്റ്റാൻഡിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം സ്റ്റാൻഡിലെ വിശേഷം അങ്ങനെയാണ്. 2 വണ്ടിയേ ഉള്ളൂ. വണ്ടികളൊന്നുമില്ലല്ലോ. സ്റ്റാൻഡിൽ 2 വണ്ടിയേ ഉള്ളൂ ഗേസ്. 2 വണ്ടിയേ ഉള്ളൂ. ഈ ഒന്നും പറയണ്ട കേട്ടോ. അപ്പോൾ ഗേസ്, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. അപ്പം വീണ്ടും ബാക്ക് ടു സ്റ്റാൻഡാണ് നമ്മൾ. ഓക്കെ, നമുക്ക് നോക്കാം ഗേസ്. സത്യം പറഞ്ഞ് നമ്മുടെ രാവിലത്തെ നമ്മുടെ സ്റ്റാൻഡിലെ മൊത്തത്തിലുള്ള ഓട്ടത്തിൻ്റെ അവസ്ഥ ഭയങ്കര ശോകമായിരുന്നു. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. എന്താണെന്ന് പറയാം, നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കേസ് കെട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടത്തിൻ്റെ ബഹളമായിരുന്നു എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കറക്റ്റായിരുന്നു. നമ്മൾ ആ കേറ്ററിങ്ങിൻ്റെ പരിപാടിക്ക് പോയി ഏറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു 5 ഓട്ടത്തിന് മീനില്ല. അതിനകത്തൊരു 1, 2 ലോങ് ഓട്ടം, പിന്നെ അല്ലറ അല്ലാതുള്ള ഓട്ടങ്ങൾ എല്ലാം വിളിച്ച് കേസ് പോകാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങോട്ടേലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒടുക്കത്തെ ഓട്ടമാണ്. അപ്പോൾ നമ്മൾ വന്ന് സ്റ്റാൻഡിൽ കിടക്കാം. ഇപ്പോഴും ഒരു ഫോണോട്ടമാണ്. നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ട് നമുക്ക് വിളിച്ചപ്പോഴാണ് ഞാനത് പോയത്. ഞാൻ എൻ്റെ ഫ്രണ്ട് നമ്മളെ 3ാമതായിരുന്നു വന്നപ്പം ആ കിടന്ന വണ്ടി പോയി. ഇപ്പോൾ ഞങ്ങൾ 1, 2 ആയി. ഓക്കെ, നമുക്ക് എന്നാ കസാല പോയിരിക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ആ വണ്ടിയും പോയി. ഒരു മൊത്തത്തിലൊരു ഡാർക്ക് ഉണ്ട്. ഇനി ഫോണിൻ്റെ ആണെന്ന് അറിയത്തില്ല. ആ വണ്ടിയും പോയി. പിന്നെ വേറെ സംഭവം നിങ്ങളെ കാണിച്ചത് നമ്മുടെ പേഴ്സിൻ്റെ പടുതി കണ്ടത് കണ്ടോ. എൻ്റെ പേഴ്സ് കണ്ടോ ഗൈസ്, എല്ലാം കീറി ഒരു പരുവായി. ഇത് കണ്ടോ, മൊത്തത്തിൽ കീറി. ഇതിപ്പോൾ എവിടെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാലും പൈസ തന്നെ ഈ തട്ടിൻ്റെ മണ്ടയ്ക്ക് വന്ന് തന്നെ താഴോട്ട് ഊടുന്നു, മടിയിലോട്ടെല്ലാം വീഴും. 2 പ്രാവശ്യം കടയൊക്കെ വാങ്ങാൻ കയറി. വാങ്ങാൻ കയറിയപ്പോഴെല്ലാം അവിടെ ഇരിക്കുന്ന പേഴ്സൊക്കെ ഇങ്ങനെ ഡാമേജ് വന്ന പേഴ്സുകളാണ്. അപ്പോൾ അത് കാരണം പിന്നെ അത് വാങ്ങിച്ചില്ല. പിന്നെ അതിനുള്ള സമയവും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പേഴ്സൊക്കെ ഉണ്ട് ഈ പരുവായിട്ടും കളയാൻ മനസ്സില്ലാതെ ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന എത്ര ഡ്രൈവർമാരുണ്ട് ഗൈസ്, കമൻറ്റ് ചെയ്യണേ. അത് വേറെ ഒന്നുമല്ലേ,
നമ്മൾ അതുപോലെ പോയെന്ന് പറഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാൻ നമുക്ക് മനസ്സ് തോന്നത്തില്ല. അതാണ് ആ പേഴ്സിൻ്റെ ഒരു ഗുഡ് ടച്ച്. ചെറുപ്പഴം കണ്ടോ ഗൈസ്? ഇത് കണ്ടോ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെല്ലാം ചെറുപ്പഴമാണ്. ഫ്രണ്ട് കിടന്നപ്പം കിട്ടിയ ഓട്ടമാണ്. അപ്പോൾ ഒരു പയ്യൻ വന്നു, വിളിച്ചു, അപ്പോൾ നമ്മൾ വന്നു കേട്ടോ. അപ്പോൾ ആ കണ്ട ചെറുപ്പഴം കണ്ടോ, അത് നമ്മുടെ ശരിക്കും നമ്മളെ ചെറിയാണ്. പക്ഷെ അത് പഴുത്തെന്ന് പറഞ്ഞാൽ അതിനൊരു പുളിയും കവറപ്പൊക്കെ കാണും. അത് നമ്മളല്ലാതെ എന്തൊക്കെയോ അതിൻ്റെ കറ പോകാനൊക്കെ എന്തോ സംഭവം ഇട്ടിട്ട് പഞ്ചസാര ലായനിയിലൊക്കെ ഇട്ടാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന മറ്റേ ചെറി, നല്ല മധുരമുള്ള ചെറി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിലും താഴെ സ്റ്റാൻഡിലോട്ട് പോകാം. വണ്ടി കുറവായിരുന്നു. ഒരു വണ്ടി അങ്ങോട്ട് റിട്ടേൺ പോകുന്നത് ഞാൻ കണ്ടു. ചിലപ്പോൾ നമ്മുടെ വണ്ടി ഒരു 3ാമത്തെ വണ്ടിയായിരിക്കാം, നോക്കാം. അന്യം നിന്നോണ്ടിരുന്ന സംഭവമാണ് കേട്ടോ. നീ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ആദ്യമേ ഫീൽ ചെയ്ത സംഭവമാണ്. അതായത് ഇപ്പം നമ്മുടെയൊക്കെ അവിടെ ഒന്നും ആരും തീയൊക്കെ ഇങ്ങനെ കരിയിലേക്ക് തൂത്തുവാരി കൂട്ടി തീ ഇടുന്നൊന്നും കാണാറേ ഇല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം കരിയിലെ തൂത്തുവാരി തീ ഇടുന്നത്. അത് കണ്ടപ്പോൾ ഒരു കസ്റ്റാലിറ്റി നമുക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ കരിയിലൊക്കെ ഇപ്പോൾ വീടിൻ്റെ അവിടെയൊക്കെ ആളുകൾ അമ്മൂമ്മമാരൊക്കെ തൂത്തിട്ട് ഇങ്ങനെ തീ ഇടുന്ന പരിപാടിയുണ്ടോ? നമ്മുടെ അങ്ങോട്ടൊക്കെ എല്ലാ ദിവസവും പണ്ടൊക്കെ എന്ന് വെച്ചാൽ തൂത്ത് തീയിട്ട് കളയുമായിരുന്നു. അപ്പം അങ്ങനൊന്നും കാണാറില്ല, അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ. പറഞ്ഞ പോലെ തന്നെ കണ്ടോ 3 വണ്ടി. അടുത്തൊരു ഓട്ടം, കോൺഫ്ലിക്റ്റ് ഓട്ടമാണ് കേട്ടോ. അത് പോയിട്ട് വരാം. യാരേലും തീണ്ട വന്ന നെക്സ്റ്റ് ഓട്ടം. നമ്മൾ സ്റ്റാൻഡിൽ വന്നേ 3ാമതായിരുന്നു. അപ്പം നമ്മുടെ സ്റ്റാൻഡിൽ വേറെ ചേട്ടൻ പറഞ്ഞിട്ട് നമ്മളെ വിടുക. അപ്പോൾ അതും പോയിട്ട് വരാം. ഓക്കെ ജയിച്ച്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫുഡ് ഓട്ടം കണ്ടോ. ഇപ്പോൾ നമ്മളെ തിരുവല്ലയെന്നൊരു ചേട്ടൻ വിളിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ തുരുത്തി സ്റ്റൈൽ തന്നെ ചേട്ടൻ പണിയണം. രാശിയാൻ്റെ അടുത്തും രാശിയാൻ്റെ ചേട്ടൻ്റെ അടുത്തും പോയി, പക്ഷേ ഡേറ്റ് ഇല്ല. പക്ഷെ പുള്ളിക്ക് എങ്ങനെയെങ്കിലും അതേ ഷേപ്പിൽ പണിയുന്ന വേറെ ആരെങ്കിലും അറിയാവുമെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അതേപോലെ പണിയാൻ പറ്റത്തില്ല. ഇനി വേറെ ആൾക്കാരൊക്കെ വേറൊരു വണ്ടി നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് പണിയിച്ചൊരു സംഭവം. ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് കാണിച്ച് നോക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ ആ പയ്യൻ്റെ വണ്ടിയുടെ ഫോട്ടോ വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരാഴ്ചേൻ്റെ അടുത്തും പുള്ളിയുടെ ചേട്ടച്ചാരുടെ അടുത്തൊന്നും ഇപ്പോൾ നിൽക്കാൻ പറ്റത്തില്ല, ചെല്ലാൻ പറ്റത്തില്ല. അതുപോലെ വണ്ടിയാണ്, അവർ വേറെ വണ്ടിയൊന്നും എടുക്കുന്നുമില്ല. അപ്പോൾ വെറുതെ നമുക്കുള്ള ഫുഡ് കയറ്റിക്കൊണ്ട് നമുക്ക് പോകാം കേട്ടോ. ചേച്ചി ഇതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് തുരുത്തി പോലൊക്കെ പണിതാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി ഞാനിപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് അയക്കട്ടെ കാര്യം ചേട്ടനെ. അപ്പോൾ നമ്മുടെ ആ ഓട്ടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അതെ, ഞങ്ങൾ 3 വണ്ടിയായിരുന്നു, ഇപ്പോൾ ഒറ്റ വണ്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ അടുത്ത മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് വരുവാണ്. അപ്പോൾ സന്ധ്യ വ്ളോഗ് നമ്മൾ ഈ ഒരു ടൈം വരെയൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യുന്നത്. ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാനും പിടിക്കാനും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ വന്നു, പണിക്ക് പോയിട്ട് കുറേ ഓട്ടങ്ങൾ മിസ്സായിപ്പോയി. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട നമ്മുടെ നൈസായിട്ടുള്ള ചെറിയ ഓട്ടങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ഇന്നത്തെ ദിവസം ലാസ്റ്റ് ഫൈനൽ ഓട്ടമാണ് കേട്ടോ. അപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞ ഓട്ടമാണ്. ഇത് കഴിഞ്ഞപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, ലൈറ്റൊക്കെ മാറിയത് നമ്മുടെ ചെറുക്കൻ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഓട്ടം കൂടെ കഴിഞ്ഞിട്ട് ഗൈസ് അപ്പോൾ നമ്മുടെ എന്താ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇറ്റ്സ് മീ ദിൽ വ്ളോഗ്സ്. പക്ഷേ ഗൈസ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മഴയാണോ എന്നൊക്കെ തോന്നിക്കാത്ത രീതിക്ക് ഒരു വെയിൽ, അതായത് പ്രത്യേക ഒരു ലൈറ്റ്, ഇങ്ങനെ ആകാശമൊക്കെ തെളിഞ്ഞൊരു വേറൊരു മൂഡ്, ഒരു വാം ലൈറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ കിടക്കുന്നുണ്ടോ ഗൈസ്? അങ്ങനെ ഉണ്ടേ, അടിപൊളിയല്ലേ ഇങ്ങനെ അവൻ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.